സജീവൻ നോക്കൂ, വലതു നിരീക്ഷകരായിട്ട് പോലും ഷാബു പ്രസാദ് പറയുന്നു പ്രതിപക്ഷത്തിന്റെ ദൗർബല്യം ഇത്തവണ സർക്കാരിന് തുണയായി തീരും എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു നെഗറ്റീവാണ്. പക്ഷേ നോക്കൂ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇപ്പോൾ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ സർക്കാർ അങ്ങേയറ്റം പ്രതിരോധത്തിലായി. PMC വിഷയം വന്നപ്പോൾ വീണ്ടും സർക്കാർ പ്രതിരോധത്തിലാവുന്നത് നമ്മൾ കണ്ടു. മുന്നണിയിൽ നിന്ന് തന്നെ CP-യുടെ വലിയ എതിർപ്പ് അവഗണിക്കാൻ പറ്റാത്തതിനൊടുവിൽ CPM തുറന്ന് സമ്മതിച്ചു, വീഴ്ച പറ്റി എന്ന് പറഞ്ഞു, ജനങ്ങളോട് പറഞ്ഞു. പക്ഷേ അതിനെയൊക്കെ മറികടക്കുന്ന രീതിയിലുള്ള വമ്പൻ പ്രഖ്യാപനങ്ങൾ ഒരു മിനി ബഡ്ജറ്റ് പോലെ മുഖ്യമന്ത്രി കൊണ്ടുവരുന്നു. വീട്ടമ്മമാർക്കുള്ള പെൻഷൻ 31.5 ലക്ഷത്തോളം വരുന്ന കേരളത്തിലെ സ്ത്രീകളുടെ കൈകളിലേക്ക് എത്താൻ പോവുകയാണ്. 400 രൂപ കൂട്ടി 2000 രൂപ പെൻഷൻ എത്താൻ പോവുകയാണ്, കുടിശ്ശികയടക്കം. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ആ വോട്ടർമാരുടെ ആത്മവിശ്വാസം ഉയരില്ലേ, അവരുടെ ഒരു ആനന്ദത്തിന്റെ ഫാക്ടർ കൂടില്ലേ എന്നുള്ളതാണ് ചോദ്യം. ഇതിനെ മറികടക്കാൻ പ്രതിപക്ഷത്തിന്റെ ഏതു പ്രചരണത്തിനാണ് സാധിക്കുക? ഒരു ആന്റി ഇൻകുംപെൻസി വോട്ടായി മാറത്തക്ക രീതിയിൽ കേരളത്തിൽ ശക്തമാണോ സജീവൻ? 2021 തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്നത്തെ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ, UDF നേതാക്കന്മാർ പറഞ്ഞത് ഇത് കിറ്റ് കൊടുത്തിട്ട് നേടിയ വിജയമാണ് എന്നാണ്. സർക്കാരിനെതിരെ എത്ര ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും കിറ്റ് കൊടുത്തുകൊണ്ട് ആളുകളുടെ കണ്ണിൽ പൊടിയിട്ട് നേടിയ വിജയമെന്നാണ്. നമ്മൾ കാണേണ്ടത് ഇതാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗംഭീരമായി ഇപ്പോൾ കിട്ടിയതിനേക്കാൾ കൂടുതൽ 19 സീറ്റ് അന്ന് UDFന് കിട്ടിയിരുന്നു. പിന്നീടാണ് കേരള കോൺഗ്രസ് കണ്ട് മാറിയപ്പോൾ ഒരാൾ മാറിയത്. അപ്പോൾ അന്ന് 19 കിട്ടി. പിന്നീട് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതല്ല 2024 18 സീറ്റേ കിട്ടിയുള്ളൂ. അപ്പോൾ 19 സീറ്റ് കിട്ടിയിട്ടുള്ള അന്നത്തെ UDFന് പക്ഷേ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ 2020 ആയപ്പോൾ ഗംഭീരമായ രൂപത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഗംഭീര വിജയം നേടാൻ LDFന് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴേക്ക് നേരത്തെ ഉള്ളതിനേക്കാൾ 8 സീറ്റ് കൂടുതൽ നേടിയിട്ട് സെഞ്ചുറിക്ക് 1 കുറവായ അവസ്ഥയിൽ വീണ്ടും ഭരണം പിടിച്ചെടുക്കാൻ LDFന് കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഒരു സാധ്യത അന്ന് അവർ വിലയിരുത്തിയ ഒരു കാര്യം തന്നെ ഞാനിവിടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് തുടങ്ങിയതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതാണ്. വലിയ തരത്തിൽ സർക്കാരിനെതിരെ അന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയൊക്കെ വളരെ രൂക്ഷമായ ആരോപണങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായത് നമുക്കറിയാം. എന്നിട്ടും അവിടെ ഒരു ഗംഭീര വിജയം നേടാൻ കഴിഞ്ഞുവെങ്കിൽ അതിന് കിറ്റാണ് കാരണമെന്ന് ഇവിടുത്തെ പ്രതിപക്ഷത്തിൻ്റെ നേതാക്കന്മാർ തന്നെ, രമേശ് ചെന്നിത്തലയും VD സതീശനും ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാം പറഞ്ഞുവെങ്കിൽ ഇപ്പോഴത്തെ കാര്യം താങ്കൾ ചോദിച്ച ചോദ്യം ഏറെ പ്രസക്തമാണ്. കാരണം ഈ പ്രഖ്യാപനം വരുന്നവരെ വലിയ വീഴ്ചയ്ക്കുള്ള സാധ്യത നമ്മൾ കണ്ടിരുന്നു. സർക്കാർ ഒരിക്കൽ ഈ തദ്ദേശ സ്ഥാപനത്തിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള ഒരു സൂചനയുണ്ടായിരുന്നു. അതേപോലെ തന്നെ 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെയും വലിയൊരു തിരിച്ചടിക്കുള്ള സാധ്യത, ഭരണമാറ്റം സ്വാഭാവികമായും ഉണ്ടാകും എന്നൊക്കെ നമ്മൾ വിചാരിച്ചു. പക്ഷേ അപ്പോഴാണ് ഈ പ്രഖ്യാപനം ഉണ്ടാകുന്നത്. ഇവിടെ താങ്കൾ പറഞ്ഞ പോലെ ഇതുവരെ അങ്ങനെ സ്ത്രീകൾക്ക്, വീട്ടമ്മമാർക്ക് പെൻഷൻ കൊടുക്കുന്നൊരു പദ്ധതിയെക്കുറിച്ച് നമ്മൾ കേട്ടില്ല. തമിഴ്നാട്ടിലാണെങ്കിലും മറ്റും അങ്ങനെ ഉണ്ട്. കാരണം സ്ത്രീകൾ ബസ്സിൽ കയറുമ്പോൾ പൈസ കൊടുക്കേണ്ട, അങ്ങനെ സ്ത്രീകൾക്ക് ധാരാളം വീട്ടമ്മമാരെ കയ്യിലെടുക്കാൻ വേണ്ടി ധാരാളം പദ്ധതികൾ DMK ഒക്കെ കൊണ്ടുവന്നിട്ടാണ് അവർക്ക് തുടർച്ചയായിട്ടുള്ള ഈ വിജയമൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതേപോലെ ഒരു അവസ്ഥ ഉണ്ടാകുന്ന രീതിയിലാണ് ഇപ്പോൾ വീട്ടമ്മമാർക്ക് പെൻഷൻ. പിന്നെ ഈ 1600 ഉണ്ടായിരുന്ന ക്ഷേമ പെൻഷൻ 2000-ലേക്ക് വരുന്നു. ഇപ്പോൾ അരുൺകുമാർ, സത്യത്തിൽ ഷാഫി ചാലിയ ആ ചോദ്യം ചോദിക്കുന്നതിൽ കാര്യമില്ല. കാരണം അരുൺകുമാർ CPM-ൻ്റെ ഒരു നേതാവാണ്. അല്ലാതെ ഈ ന്യായപരമായ കാര്യങ്ങളിൽ തീരുമാനം പ്രഖ്യാപിക്കാൻ പറ്റുന്ന ഒരാളല്ല. അപ്പം നിങ്ങൾ 2500 കൊടുക്കുമോ എന്ന് ചോദിച്ചാൽ അരുൺകുമാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഡിത്തം എന്നേ ഞാൻ പറയുള്ളൂ. അരുൺകുമാറിന് പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹം ഒരു നേതാവ് മാത്രമാണ്. അവിടെ പ്രഖ്യാപനം ഒന്നും മുഖ്യമന്ത്രി നടത്തണം, CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി നടത്തണം, അങ്ങനെ ആരെങ്കിലും നടത്തണം. അതല്ലാതെ ഒറ്റയ്ക്കൊരു നേതാവിന് ഈ ചർച്ചയിൽ പറയാൻ പറ്റില്ല. രണ്ടാമത്തെ ഒരു കാര്യം, അവർ 2500 കൊടുക്കുമെങ്കിൽ അതിനെ മറികടക്കാവുന്ന ഒരു വാക്ക് പോലും ഇപ്പോൾ ഷാഫി ഇവിടെ പറഞ്ഞില്ല. അതേപോലെ VD സതീശനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും UDF നേതാക്കന്മാരോ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ആളുകളോ ഒന്നും പറഞ്ഞ് ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ 2026 ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ 5000 രൂപ കൊടുക്കും, അല്ലെങ്കിൽ 2500 പകരം 3000 രൂപ കൊടുക്കും, 2501 രൂപ കൊടുക്കുന്നൊക്കെ പ്രഖ്യാപിക്കേണ്ടിയിരുന്നു. നിങ്ങൾ കൊടുക്കുമോ എന്നുള്ള ഞങ്ങൾ എന്ത് ചെയ്യും എന്നാണ് പറയേണ്ടത്. അപ്പോൾ സത്യത്തിൽ ഇത്തരം ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാക്കുന്ന പഴയ കിറ്റിൻ്റെ ബദലാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ നടത്തിയുള്ള പ്രഖ്യാപനങ്ങൾ കിറ്റ് പോലെ ആളുകളെ കുപ്പിയിലാക്കാൻ തന്നെയാണെന്ന് നമുക്കറിയാം. ഇതല്ലാതെ സർക്കാർ ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ വെച്ച് ഈ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് വേറെ ഒന്നിനുമല്ല.
ആളുകളുടെ വോട്ട് കിട്ടാൻ വേണ്ടി നടത്തിയുള്ള പ്രഖ്യാപനം തന്നെയാണ് നവംബർ 1 മുതൽ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നടപ്പാവുന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ അതിനെ മറികടക്കുന്ന രൂപത്തിലുള്ള ഒരു സ്ട്രാറ്റജി അവിടെയാണ് ഷാബു പ്രസാദ് പറഞ്ഞതിനോട് എനിക്ക് വിയോജിപ്പല്ല യോജിപ്പുള്ളത്. കാരണം ഷാബു പ്രസാദ് താങ്കൾ പറയുന്ന പോലെ വലത് നിരീക്ഷകൻ മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം നല്ല BJP കാരനാണ് അദ്ദേഹം. BJPയുടെ സ്ഥാനത്തൊന്നില്ലെങ്കിലും നല്ല BJP കാരനാണ്. അപ്പോൾ ഷാബു പ്രസാദ് തന്നെ പറയുന്നു LDFന് അനുകൂലമായിട്ടുള്ള കാര്യമാണ്. അതിനെ മറികടക്കാൻ വേണമെന്ന് പറയാവുന്ന, അല്ലെങ്കിൽ ഇടയ്ക്ക് UDF നേതാക്കന്മാർ പറയുന്നൊരു കാര്യം BJPയുടെ താല്പര്യം LDFന് അധികാരത്തിൽ എത്തിക്കുക എന്നുള്ളതാണ്. അവർ തമ്മിലൊരു ഒത്താശയുണ്ടെന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത് ഞാൻ എൻ്റെ ആരോപണമല്ല, വേണമെങ്കിലേ പറയാം. പക്ഷേ ആ ഒരു കാര്യം ഷാബു പ്രസാദിനെ പോലുള്ള ആളുകൾക്ക് പോലും തോന്നുന്നു ഈ പ്രഖ്യാപനം ചില്ലറ കാര്യമല്ല, ഈ പ്രഖ്യാപനം വലുതാണ്. കാരണം സർക്കാരിൽ നിന്ന് വീണു പോകുന്ന ഒരവസ്ഥയിൽ CPIയുടെ മുമ്പിൽ അടിയറ വെക്കേണ്ടിയിരുന്ന ഒരു കാര്യം, താങ്കൾ പറഞ്ഞ പോലെ PMCയുടെ കാര്യത്തിൽ വലിയൊരു വീഴ്ച, വലിയൊരു വിഡ്ഢിത്തമാണ് സർക്കാർ ചെയ്തത്. കാരണം മുന്നണിയിൽ ചർച്ച ചെയ്യാതെ, പാർട്ടിയുടെ പ്രധാന ഘടകകക്ഷിയോട് ആരോടും ചർച്ച ചെയ്യാതെ പ്രഖ്യാപിച്ച് പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ലാന്ന് പറഞ്ഞു. പക്ഷേ അവസാനം കീഴടക്കി. അപ്പോൾ എന്നിട്ടും ഒരു മുൻകൈ LDFന് ഉണ്ടാകുന്നുവെങ്കിൽ അതിനർത്ഥം ഷാബു പ്രസാദിനെ പോലുള്ള ആളുകൾക്ക് പോലും സമ്മതിക്കേണ്ടി വരുന്നുവെങ്കിൽ അതിനർത്ഥം പഴയ കിറ്റ് പോലെ ഈ പ്രഖ്യാപനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും UDFകാർ സൂക്ഷിക്കേണ്ടതുമായിട്ടുള്ള ഒന്നാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, Debate with Dr. Arun Kumar.